എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുള്ളത് എവിടെയാണ്? നമ്മളിപ്പോ ഉള്ളത് തോപ്രാംകുടിയിലാണ് കേട്ടോ. എൻ്റെ വീട്ടിലാണ്. നമ്മൾ അവിടുന്ന് നമ്മുടെ ആവക്കുട്ടിക്ക് പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് പോളിയോയുടെ ദിവസമാണ്. അപ്പൊ പോളിയോ എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മൾ ഇവിടെ അങ്ങോട്ട് പോളിയോ എടുക്കാൻ പോകുന്നത് ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ആദ്യക്കുട്ടനും അന്നക്കുട്ടനും കൊണ്ട് കൂടെ. അവര് രാവിലെ പള്ളിയിൽ പോയിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പോളിയോ കഴിക്കുന്നത് 3 പേരും കൂടെ ഒരുമിച്ചായിരിക്കും കഴിക്കുന്നല്ലേ, കുടിക്കുന്നല്ലേ? 3 പേരുടെ ഒരുമിച്ചായിരിക്കും. എങ്ങനെയാ റിയാക്ഷൻ കാര്യങ്ങളൊന്നും അറിയത്തില്ല. കുടിക്കുവോ, ബലം പിടിക്കേണ്ട വരുവോ, ഒരുമാതിരിപ്പെട്ട മരുന്നൊക്കെ ആൾക്ക് ഇഷ്ടമാണ്. ഇതിന്റെ കാര്യം എങ്ങനെയാന്ന് അറിയത്തില്ല. പള്ളി കഴിഞ്ഞ ആൾക്കാർ ഇവിടെ എത്തിയോ? അതിപ്പോ തോന്നുന്നു കുർബാന 9:45 കുർബാന ഇത്ര വേഗം തീർന്നോ? സോ ഫാസ്റ്റ്. മഴയൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇന്ന് എന്തായാലും അപ്പടി മഴ ദിവസമാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു ദിവസമാണ്. അപ്പൊ ഏതായാലും നമ്മൾ പോളിയോ കുടിച്ചിട്ട് വരാ അല്ലേ? ഇതെന്നെ നീ വായി വെച്ചേക്കുന്ന എടുത്തേ. പറഞ്ഞ എല്ലാരോടും പോളിയോ കുടിച്ചിട്ട് വരാന്ന്. പോളിയോ കുടിച്ചിട്ട് വരാന്ന് വരാ. ഇടത്തോട്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ വഴിയൊക്കെ കണ്ടു വിജനമായ തോപ്രാംകുടിയിലേക്ക്. ദീപി പോയോ? എവിടെ പോയി? എന്റെ വാർത്ത നമ്മളിങ്ങനെ വണ്ടിയെ പോകുമ്പോൾ വീഡിയോ എടുക്കാറില്ല അല്ലേ ചാച്ച? പണ്ടും എടുക്കാറില്ല, ഇപ്പോഴും എടുക്കാറില്ല. വെയിലടിക്കുന്നു, പക്ഷെ വെയിലില്ല. അവരുടെ വണ്ടിയാണ് കേട്ടോ ദേ പോണത്. കറക്റ്റ് നമ്പർ കാണത്തില്ലായിരുന്നു. എന്നത് ആ വണ്ടിയൊക്കെ കയറണം. എരിപെരി കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഇതിലാണോ? ഇതിലെവിടെ പോവാ? കൈ കാണിച്ചാവട്ടെ. ഇത് വിരല് കാണിച്ചു, വിരല് ഇത് കാണിച്ചേ. വിരല് ഇങ്ങനെ തിരിച്ചു പിടിച്ചേ, ഇങ്ങനെ തിരിച്ചു പിടിച്ചേ. പോളിയോ വാക്സിനേഷൻ വേറെയല്ലേ? അതിനെന്നാ പുള്ളിക്കാരിക്ക് എന്നെ അറിയാന്ന് പറഞ്ഞ് കുറെ നേരമായി നോക്കുന്നുണ്ട്. പൾസ് പോളിയോ അവർ രണ്ട് പോകുന്നു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേ ഉണ്ടോ? പൾസ് പോളിയോ ഡേ എന്ന് മതി. ആ എന്നാ ഞങ്ങള് പുറകെ വരുവാ. അവിടെ പോയി ഇഞ്ചക്ഷൻ വേണ്ടേ? അന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്നില്ല. അപ്പൊ ഇല്ലേ പോന്നു തിരിച്ച്. എന്നാ പോയേക്കാം. അതുകൂട്ടാ. ഹലോ. അപ്പം നമ്മൾ പോളിയോയൊക്കെ കൊടുത്തിട്ട് റിട്ടേൺ നമ്മൾ കട്ടപ്പന എത്തിയിട്ടോ. 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു, പെരുന്തട്ടിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങ് പോന്നു. 2 ദിവസം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു രക്ഷയില്ല. നമ്മൾ അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. കംപ്ലീറ്റ് മഴ കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല മഴയാണ്. ഞങ്ങളൊരു ഉച്ചയായിട്ട് എത്തിയതേ ഉള്ളൂ. കറി വെക്കണം, ചോറ് വെച്ചു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. കുഞ്ഞ് വഴിയിൽ നിന്ന് തന്നെ ഉറങ്ങിയാണ് കേട്ടോ വന്നത്. വഴിയെന്ന് പറഞ്ഞാൽ ഇവിടെ എത്താറായപ്പോഴാണ് അവൾ ഉറങ്ങിയത് രീതി എഴുന്നേറ്റ് രീതി ഇവിടെ കൊണ്ടുവന്നിട്ട് ഉറക്കാലോ എന്ന് ഓർത്തണം. അല്ലെ അവൾ വണ്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ അവൾ അറിയും, അപ്പോൾ അവൾ എണീക്കും. അന്നേരം പിന്നെ ഉറക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അത് കാരണം പറഞ്ഞേടി ഇവിടെ വന്നിട്ട് ഉറങ്ങാടി എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ അവൾ എന്ത് സമ്മതിച്ചില്ല, അവൾ ഉറങ്ങിപ്പോയി. പിന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് പക്ഷേ അറിഞ്ഞില്ല കേട്ടോ. കൊണ്ടേ കിടത്തി. ഇപ്പോൾ ഒരു കുറച്ച് സമയമായി കേട്ടോ. ഇച്ചിരി പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തെ പോളിയോ എടുക്കാൻ പോയ വീഡിയോയുടെ ബാക്കി എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം കേട്ടോ. വീട്ടിൽ പോയി എന്താ പറയുക, 2 ദിവസം നിന്നു. നമ്മൾ ആദ്യക്കുട്ടന് ലീവുള്ള സമയം നോക്കി പോയതാണ് കേട്ടോ. അല്ലെങ്കിൽ ആദ്യക്കുട്ടന് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകണ്ടേ. അപ്പം രാവിലെ 8:45 8:30 ആകുമ്പോഴത്തേക്കും ആദ്യക്കുട്ടൻ പോയാൽ വൈകിട്ട് 4 മണിയാകുമ്പോൾ വരും. പിന്നെ ഹറി ബറി എല്ലാവരും ഒരു തിരക്കിൻ്റെ ഒരു സെറ്റപ്പിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മളൊരു അവധി ദിവസം നോക്കി പോയത്. പിന്നെ ഒരു അടുത്ത വർഷമൊക്കെ തൊട്ടാണെങ്കിൽ നമ്മുടെ ആവക്കുട്ടി അന്നക്കുട്ടിയൊക്കെ സ്കൂളിൽ പോകുന്ന ഒരു ഇതിലേക്ക് എത്തും. പിന്നെ അടുത്ത മന്ത് അന്നക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് നമുക്ക് പോകണം. അപ്പോഴേക്ക് മഴയൊക്കെ ഒന്നും സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ പറയാൻ പാടില്ല അല്ലേ? കാരണം ഈ വർഷം മഴ ഭയങ്കര കുറവാണ്. പെയ്യട്ടെ, ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ
സേഫായിട്ട് പെയ്യട്ടെ അല്ലേ, അതാണ് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ എന്താണ്, എനിക്ക് വലിയ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അത് ഉപകാരപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ, അപ്പോൾ അത് കാരണം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ചിലപ്പോൾ എല്ലാവരും കണ്ടൊന്നും വരില്ല. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യാം. പിന്നെ കുറച്ച് വേറെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ അത് ചെയ്യണം വേണ്ടി എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം മഴ ആയതുകൊണ്ട് നമ്മുടെ ചെടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല. ചെടിയൊക്കെ അങ്ങനെ തന്നെയുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും വരണ്ട് ഉണങ്ങിയൊക്കെ നിൽക്കും. ഈ ഇതിൽ നമ്മൾ ഈ വർക്കേരിയിൽ എടുത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും ചൂടുണ്ട് കേട്ടോ. ഇവിടെ ഈ ടീ ഷീറ്റ് ആയതുകൊണ്ട് ഇതിന് നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നിൽക്കുന്ന സാധനങ്ങൾക്കും ആ ഒരു ചൂട് ബാധിക്കും. പക്ഷേ എന്താ പറയുക, ഫുള്ള് മഴയും നല്ല തണുപ്പുമൊക്കെ ആയതുകൊണ്ട് എന്താ പറയുക, ഒരു കുഴപ്പമില്ല. അതാണ് പറയുക. ഓക്കെ, നമ്മുടെ 3 കുഞ്ഞുമക്കൾക്കും നമ്മൾ വാക്സിനൊക്കെ എടുത്തിട്ട് വന്നു. അതിൻ്റെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഇത് പിന്നെ വീട്ടിൽ പോയപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അത് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. പക്ഷേ അത് അച്ഛയുടെ ഫോണിലാണ്, എവിടെയോ ഒക്കെ ആയിപ്പോയി, അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. അതിൽ കൂടെ ചേർക്കുന്നുമില്ല കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയത്. ഏകദേശം 1 മാസത്തോളം ആയിട്ടുണ്ട് നമ്മൾ പോയിട്ട്. ആ കുട്ടി എണീറ്റ് വന്നതാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.